നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ആ വിവരം തനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ കേന്ദ്രത്തിൽ NDA അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞതായാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയും ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലോട്ട് വരുമ്പോഴാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരിൽ നടന്നത്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 73,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. 20 സീറ്റുകളിലും മത്സരിച്ച LDF ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ്. ബാക്കി 18 സീറ്റിലും ശക്തമായ മത്സരമാണ് UDF കാഴ്ചവെച്ചത്. നിലവിൽ കേരളത്തിലെ വിജയം ഇങ്ങനെയാണ്: തിരുവനന്തപുരം UDF, ആറ്റിങ്ങൽ UDF, കൊല്ലം UDF, പത്തനംതിട്ട UDF, മാവേലിക്കര UDF, ആലപ്പുഴ UDF, കോട്ടയം UDF, ഇടുക്കി UDF, എറണാകുളം UDF, ചാലക്കുടി UDF, തൃശൂർ NDA, ആലത്തൂർ LDF, പാലക്കാട് UDF, പൊന്നാനി UDF, മലപ്പുറം UDF, കോഴിക്കോട് UDF, വയനാട് UDF, വടകര UDF, കണ്ണൂർ UDF, കാസർഗോഡ് UDF എന്നിങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പുതിയ കക്ഷിനില. തൃശ്ശൂര് ജനങ്ങളെ വണങ്ങുന്നു, നമിക്കുന്നു. നിങ്ങളുടെ മാജിക്കാണ്, നിങ്ങൾ നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം നിങ്ങളൊരു ഉദ്ദേശത്തോടെ തന്നാണെങ്കിൽ ആ ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ തൃശ്ശൂരിന് വേണ്ടി, തൃശ്ശൂരിലൂടെയും കേരളത്തിലൂടെയും ഉറപ്പായിട്ടും മലയാളികൾക്ക് വലിയ ബാധ്യത എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വലിയ കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും അത് നിറവേറ്റും.